ലോകമേ കണ്ണും കാതും കൂർപ്പിച്ചു തന്നെ വെച്ചേക്കുക. അനിർവചനീയമായ പലതും ആ ഇടറാത്തിടം കാലിൽ നിന്ന് ഇനിയും പിറക്കാനുണ്ട്. ഓസ്ട്രിയക്കെതിരെ ഒന്ന് പിഴച്ചെങ്കിൽ രണ്ടടിച്ച് അക്കാര്യം തീർപ്പാക്കിയിട്ടുണ്ട്. വിശ്വപോരിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന ഖ്യാതി സ്വന്തം പേരിലേക്ക് ചാർത്തുമ്പോൾ ഒരു പെനാൽറ്റി ഗോളിനേക്കാൾ മനോഹാരിത വിമർശകരുടെ വായടിപ്പിച്ച് ഇടംകാലിന്റെ മാന്ത്രികത അഴിച്ചുവിട്ട് പന്തിനെ നെയ്നോൺ വലയിലേക്ക് ഒഴുക്കി വിടുന്നതല്ലേ. കാർന്നു തിന്നാൻ ഒരുക്കമായ വിമർശകർ ഡാലസിലെ 90 മിനിറ്റുകൾക്ക് ശേഷം ഇയാൾ മനുഷ്യൻ തന്നെയാണോ എന്ന ഭാവത്തിൽ അമ്പരപ്പോടെ ഒരൊറ്റ നിൽപ്പാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി മിസ് ചെയ്യുന്ന താരമെന്ന നാണക്കേടിന്റെ റെക്കോർഡും വാങ്ങി മ്ലാനത പുരണ്ട മുഖത്തോടെ മൈതാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ലിയോയെ കണ്ടപ്പോൾ ഇന്നൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പലരും ചിന്തിച്ചു കാണണം. കാരണം അയാളുടെ മുഖത്തിലെ ഓരോ റിയാക്ഷനുകളും അങ്ങനെയായിരുന്നു. പക്ഷേ ലിയോയുടെ ഇടം കാലിലെ ഏതു നേരത്താണ് അവതരണം കൊള്ളുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ പിന്നീടുള്ള നിമിഷങ്ങളും അവസരങ്ങളും കണക്ക് കൂട്ടിയതുപോലെ ആയിരുന്നില്ല. എവിടെയോ അയാൾക്ക് അയാളിലെ മെസ്സിയെ നഷ്ടപ്പെട്ടു എന്ന് പലർക്കും തോന്നി. ഗോളിനായി ദായിച്ച ലയണൽ മെസ്സി ഇരച്ചു കയറിയെങ്കിലും അവിടെ അയാളെ കൂച്ചുവിലങ്ങിട്ട് തടഞ്ഞു നിർത്തിയത് എന്താണെന്നറിയില്ല. ഗോൾ മുഖത്തേക്ക് നിറയൊഴുക്കുമ്പോഴെല്ലാം അലക്ഷ്യമായി അവസാനിച്ചു. ആ മനുഷ്യന്റെ തിരിച്ചുവരവിനായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ആരാധകർക്കുള്ള ഉത്തരമെന്നോണം 38-ാം മിനിറ്റിൽ പൊടി പിടിച്ചു കിടക്കുന്ന ക്ലോസയുടെ റെക്കോർഡിനെ ക്ലോസ് ചെയ്ത് ഗഗനനീലിമയിൽ പുളകം കൊള്ളിച്ച ആരാധകരെ സാക്ഷിയാക്കി മിശിഹ അവതരിച്ചു. മുപ്പത്തെട്ടുകാരൻ ലിയോ 38-ാം മിനിറ്റിൽ വേൾഡ് കപ്പിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോററാകുന്നു. അനിഷേധമാവിധം വിമർശകരുടെ ഉള്ളം തറച്ച് ആ യാഥാർത്ഥ്യം അവരിലേക്ക് ഒഴുകിയെത്തുന്നു. മെസ്സി ഈസ് ദ കിങ് എന്ന് അവർ പോലും അറിയാതെ അവരുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നു. പിന്നെയും കടന്നുപോയ അർജന്റീന ഓസ്ട്രിയൻ പോരിൽ പലകുറി മുന്നോട്ട് കുതിച്ചെങ്കിലും ഫിനിഷിംഗ് ടച്ച് നൽകാനാവാതെ കടന്നുപോയി. ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ഓസ്ട്രിയൻ പട പലതവണ അർജന്റീനിയൻ ഗോൾമുഖങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പ്രതിരോധ കോട്ടയിൽ ഒരു കോളിളക്കവും സംഭവിച്ചില്ലായിരുന്നു. മഴവില്ലായി വളഞ്ഞു പുളഞ്ഞെത്തിയ സാബിസ്റ്ററിന്റെ ഫ്രീ കിക്ക് അപകടം വിതച്ചെങ്കിലും എമ്മയുടെ നീളം കൈ രക്ഷാകവചമൊരുക്കി. മത്സരം നിശ്ചിത സമയവും കടന്ന് അധിക സമയത്തേക്ക്. ദൈവം അനുഗ്രഹിച്ചെന്ന പോൽ ലിയോ വീണ്ടും അവതരണം കൊണ്ടു. ഓസ്ട്രിയൻ വിജയമോഹങ്ങൾക്ക് ഒരു കനൽ പോലും ബാക്കി വെക്കാതെ എല്ലാം വെണ്ണീരാക്കി മെസ്സി ആകാശത്തേക്ക് കൈയുയർത്തി. കാലമേ ഒന്നും അവസാനിച്ചിട്ടില്ല. ഒടുക്കലെ താട്ടം ആ കുറിയ മനുഷ്യന് അഴിഞ്ഞാടണം. ലോകത്തിന് കാൽപന്തിന്റെ പൂർണ്ണതയെ ഇടറാത്തിടം കാലാൽ ഉൾക്കണം. ഖത്തറിൽ അമരത്വം നേടി പടിയിറങ്ങുമ്പോൾ തന്റെ കരിയറിന് തിരശീല വീഴ്ത്താൻ സമയമായിട്ടില്ലെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടിയൊക്കെ തന്നെയാണ്. കാൽപന്തിൽ ഇനി തന്റെ പേരിലേക്ക് എഴുതി ചേർക്കാൻ ഇനിയൊന്നും ഉണ്ടാകരുതെന്ന മൗന പ്രഖ്യാപനമാണെന്നോർക്കുക. കാരണം അയാൾ റെക്കോർഡുകളെ തേടി അലയുന്നവനല്ല, മറിച്ച് റെക്കോർഡുകളെ തന്റെ വഴിയിലേക്ക് വഴി നടത്തുന്നവനാണ്. തൊട്ടതെല്ലാം റെക്കോർഡാക്കിയാണ് ലയണൽ മെസ്സി ഈ ലോകകപ്പിനെ വരവേൽക്കുന്നത്. 6 വ്യത്യസ്ത ലോകകപ്പ് കളിക്കുന്ന താരമെന്ന റെക്കോർഡ് റോണോക്കൊപ്പം പങ്കിടുന്ന മെസ്സി ഇപ്പോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിക്കുന്ന താരമായി മാറിയിരിക്കുകയാണ്. കൂടാതെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായും മെസ്സി വാഴുമ്പോൾ മുന്നിൽ ഡീഗോ മറഡോണയുടെ അസിസ്റ്റുകളുടെ തുലാതുലനം ഭേദിക്കലാണ് ലിയോയുടെ അടുത്ത ലക്ഷ്യം. ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പെനാൽറ്റികളുടെ ഹതഭാഗ്യകരമായ നിമിഷങ്ങളെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച താരമെന്ന നാണക്കേടിന്റെ റെക്കോർഡും ലിയോയുടെ പേരിലാണ്. നീലാകാശത്തിൻ ചായം ചാർത്ത കുപ്പായത്തിൽ ലിയോയുടെ അവസാന നർത്തക നാളുകളാണെന്ന ബോധ്യത്താൽ കാൽപന്തിന്റെ അധിപനെ കൺകുളിർകെ ദർശിച്ചുകൊള്ളുക. പട്ടാഭിഷേകത്തിനു ശേഷം വീണ്ടൊരിക്കൽ കൂടെ കിരീടരൂഢരാകാൻ മിശിഹായും കൂട്ടരും സജ്ജമാണ്. ഇനി ലോകകപ്പിന്റെ കളിമുറ്റത്ത് ഇനി അയാളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല. മെസ്സിയും ലൗത്രോയുമുള്ള ആക്രമണ നിരക്കെതിരെ ഹൈലൈൻ പ്രതിരോധത്തിൽ കളി തുടങ്ങാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? എന്നാൽ റാഫ്രാഗിനിക് പറഞ്ഞു വിട്ടവർ ധൈര്യപ്പെടും. ആദ്യത്തെ ഗോളവസരവും പെനാൽറ്റിയും ഗോളൊക്കെയും മെസ്സിയും പിള്ളേരും സ്വന്തം പേരിലാക്കിയെങ്കിലും
ആദ്യത്തെ 35 മിനിറ്റിൽ ഓസ്ട്രിയ മധ്യനിരയിലുണ്ടാക്കിയ ആധിപത്യവും അർജന്റീനയ്ക്കുണ്ടായ തലവേദനകളും രസക്കാഴ്ചയായിരുന്നു. 4-1-3-2 എന്ന ഫോർമേഷനിലെ നങ്കൂരക്കാരനായ മാക്കലിസ്റ്റർ തന്റെ സമാന്തര നീക്കങ്ങൾ സജീവമാക്കിയതിനു ശേഷവും എൻസോയുടെ സാന്നിധ്യം ഡീപ്പിൽ കിട്ടിത്തുടങ്ങിയതോടെയാണ് അർജന്റീന സ്വരൂപം വീണ്ടെടുത്തത്. ആ മൊബിലിറ്റി അവർക്കത്രമേൽ ആവശ്യമായിരുന്നു. അതുവരെയും അർജന്റീനിയൻ പകുതിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഓസ്ട്രിയക്കായി. മെസ്സി പോലും തന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വിങ്ങുകളിലേക്ക് വലിഞ്ഞു. കളിയെ പതിയെ തണുപ്പിച്ചും ഡിഫൻസീവ് തേർഡിൽ കൂടുതൽ ടച്ചുകളെടുത്തും അർജന്റീന സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ആദ്യ ഗോൾ വന്നതവരിൽ പുതിയ ശരീരഭാഷ പടർത്തിയെന്നാണ് വിചാരിക്കുന്നത്. ആദ്യ പകുതിയിൽ നിർത്തിയ അതേ തിരക്കഥയാണ് രണ്ടാം പകുതിയുടെ വാട്ടർ ബ്രേക്ക് വരെ കളി നീങ്ങിയത്. ശാരീരിക ശേഷി പ്രകടമായ കളിയിൽ ഉപയോഗിച്ചിരുന്ന ഓസ്ട്രിയക്കെതിരെ അപകട ഭീഷണിയുള്ള സന്ദർഭങ്ങൾക്കൊന്നും വഴങ്ങാതെ ചിട്ടയോടെ പണിയെടുത്ത അർജന്റീനിയൻ പ്രതിരോധം കയ്യടി അർഹിക്കുന്നുണ്ട്. റൊസാരിയോയിലെ ആ ബാലനായി ചരിത്രമെഴുതാൻ ഡിസൈൻ ചെയ്യപ്പെടുന്ന ചില നിമിഷങ്ങളുണ്ട്. വാർസക്കാലത്തെ ഓർമ്മിപ്പിക്കും പോലെ ആ പന്ത് ഇടതുവശത്തു നിന്ന് വരികയാണ്. ഓരോ അരിമണിയിലും അവകാശിയുടെ പേരെഴുതപ്പെടുമെന്ന ബൈബിളിലെ വചനമോർത്ത പോലെ അൽമാഡ പന്തിനെ മെസ്സിക്കായി സ്പർശിക്കാതെ വിടുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കൃത്യതയുള്ള ആ ഇടംകാൽ പന്തിന് പുതിയ ജീവൻ നൽകുന്നു. ചരിത്രത്താളിൽ അയാളെപ്പറ്റി ലോകകപ്പിലെ ഏറ്റവും വലിയ വേട്ടക്കാരനെന്ന പുതിയൊരു കഥ കൂടെ എഴുതപ്പെടുന്നു. എല്ലാം ഉറപ്പിക്കാൻ അയാൾ വീണ്ടും ഗോൾ നേടുന്നു. മനുഷ്യനാണെന്ന് ഉറപ്പിക്കാൻ ഇനിയും അയാൾ കുറെ പെനാൽറ്റികൾ നഷ്ടപ്പെടുത്തണം. ചലഞ്ചുകളിൽ ഓഫ് ബാലൻസായി പന്ത് നഷ്ടപ്പെടുത്തണം. കൊടുക്കുന്ന പാസുകൾ അലക്ഷ്യമാകണം. നമ്മൾ ഉറപ്പിച്ചെണ്ണിയ കുറെ ഫ്രീ കിക്കുകൾക്ക് ലക്ഷ്യം പിഴക്കണം. ഇതൊന്നുമല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പോയി മനുഷ്യനായി അയാൾ തുടരും. ഇത് അയാളുടെ കാലമാണ്. നിങ്ങൾ വിമർശിച്ചോളൂ, പരിഹസിച്ചോളൂ. അതൊന്നും ഇവിടെ വിഷയമേ അല്ല. അതൊന്നും അയാൾ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. പക്ഷേ ഇവിടെ പരാജയപ്പെടുന്നത് ഈ വിമർശിക്കുന്ന, പരിഹസിക്കുന്ന നിങ്ങൾ തന്നെയാണ്. അയാൾ തക്കതായ മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. അതും തൻ്റെ വായ കൊണ്ടല്ല, മറിച്ച് തൻ്റെ ഇടം കാലുകൊണ്ട്. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ അയാളെ പരിഹസിച്ചവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? നിങ്ങൾക്കുള്ളതായിരുന്നു പിന്നീട് പിറന്ന ആ മത്സരത്തിലെ ഏറ്റവും മികച്ച 2 ഗോളുകൾ.